തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെപ്പോഴും അവിടുത്തെ ഉൾപ്പെടുത്തല്ലേ തിന്മയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എപ്പോഴും മരണസമയത്ത് തമ്പുരാനോട് അനുഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിൽ ಡೆಲ್ಟಾ 3 ಇನ್ಫಾರ್ಮೇಷನ್ ಸರಿ ಇದೆ. ಅಗುಂಬೆ ರೋಡಲ್ಲಿ ತಾನೆ. ಬ್ಲ್ಯಾಕ್ ಜೀಪ್ K19EQ 1824. ഹലോ എലീന, നീ എവിടെയാ? ഓഫീസിലാ. ഞാൻ പറഞ്ഞ യൂറോപ്യൻ ടീംസ് ഉണ്ട്. നാളെ നീ വരില്ലേ? നാളെയാണ് ഇടുക്കി പ്ലാൻ ചെയ്തേക്കുന്നത്. 1 വീക്ക് കാണും. ആരാ? അരുണ? അതെ, നാളെ ഒന്ന് വരാൻ നോക്കണേ, എനിക്കൊന്ന് കാണണം. ആ ഓക്കെ ഓക്കെ. ടൂർ ഓപ്പറേറ്റർ ആയോണ്ട് ഇങ്ങനെയൊക്കെ ചില ഗുണമുണ്ടല്ലേ. ഫ്രീ സ്റ്റേ ഒക്കെ കിട്ടും. വെറുതെ അല്ല, ലാസ്റ്റ് മന്ത് ഒരു 8 ഗ്രൂപ്പിനാണ് ഇവിടെ സ്റ്റേ എടുത്തത്. പക്ഷെ കൊള്ളാം, നല്ല സ്ഥലം. ഈ ഗ്രൂപ്പിന് നേരെ പോണത് മാലിയിലേക്കാണ്. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കൂടെ പോകുന്നത്. നീ ഇങ്ങനെ കറങ്ങി നടന്നോ? നമുക്കൊന്ന് സെറ്റിൽ ആവണ്ടേ? എന്നിട്ട് വേണം നമ്മുടെ കാര്യം ഒന്ന് വീട്ടിൽ അവതരിപ്പിക്കാൻ. അജിയുടെ സ്റ്റഡി ലീവിൻ്റെ എക്സ്റ്റൻഷൻ അപ്രൂവൽ ഈ വീക്ക് തന്നെ കൺഫേം ആകും. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. ക്ലിയർഡ് എവറിത്തിങ് ഫ്രം മൈ സൈഡ്. താങ്ക് യു മാം. സോ ഇനി 1 year വിത്തൗട്ട് എനി ഡ്യൂട്ടി. യെസ്. അൺഒഫീഷ്യൽ ആയതുകൊണ്ടാണ്
ഒരു പ്രൈവറ്റ് സ്പേസിൽ മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. താൻ സെലക്ട് ചെയ്ത റിസർച്ച് ടൈറ്റിൽ ദാറ്റ് കൺവിൻസ് മീ അലോട്ട്. ക്രൈം പ്രിവെൻഷൻ അഗേൻസ്റ്റ് വിമൻ ആൻഡ് വീക്കർ സെക്ഷൻ, റൈറ്റ്? യെസ് മാം. കേരളത്തിൽ മെറ്റേണിറ്റി ഡെത്ത്സ് ബാക്കിയുള്ള സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ്സ് വളരെ കുറവാണെന്ന് തനിക്കറിയാമല്ലോ. ലാസ്റ്റ് ഇയർ 45 മറ്റുമാണ്. യെസ്. അടുത്ത കാലത്ത് കേരളത്തിലെ ചില ഹോസ്പിറ്റൽസിൽ നടന്ന ഇൻസിഡൻറ്റ്സ് അജി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. വൺ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് അറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക് വാർഡ്. രാത്രി കാലങ്ങളിൽ എന്തിനെയോ മറ്റോ കണ്ടു പേടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ഏരിയയിൽ ഈ കാലങ്ങളിൽ 3ഓളം സ്ത്രീകളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാം മെറ്റേണിറ്റി റിലേറ്റഡ് ഡെത്ത്സ് ആണ്. ഇതെല്ലാം ഞാൻ നോട്ടീസ് ചെയ്യാൻ കാരണം I got frequent anonymous emails detailing the incidents. After that, I have referred some Interpol case studies. 1980s ഹംഗറിയിലും അതേപോലെ ചില യൂറോപ്യൻ കൺട്രീസിലും റിപ്പോർട്ട് ചെയ്ത മരണങ്ങൾ. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ മരിക്കുന്ന സ്ത്രീകൾ, അതും എല്ലാം പ്രഗ്നൻസി പീരീഡിലുള്ളവർ. ആദ്യം പ്രഗ്നൻസി ബ്ലീഡിംഗ് എന്ന് കരുതിയെങ്കിലും പിന്നീട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നോട്ടിഫൈഡായി. അന്വേഷണത്തിൽ ചില പേഗൻ മത ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ആ റിപ്പോർട്ടിൽ കണ്ടിരുന്നു. പക്ഷേ ഒരു മരണവും ഹോമിസൈഡ് ലിസ്റ്റിൽ വരാത്തതുകൊണ്ട് ലീഗൽ ആക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് ആ ട്രിഗർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. I guess it's extrajudicial killings. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങളും ഞാൻ പറഞ്ഞ യൂറോപ്യൻ കോൺസ്പിറസിയും തമ്മിൽ എന്തോ ലിങ്ക് ഉള്ള പോലെ. ഐ ഹാവ് എ സീരിയസ് ഡൗട്ട്. പിന്നെ ഈ അനോണിമസ് മെയിൽസും കോൺസ്പിറസി തിയറിയും വെച്ച് നമുക്ക് അന്വേഷണമൊന്നും നടത്താൻ പറ്റില്ലല്ലോ. ബിക്കോസ് ദർ ആർ നോ ഫാക്ട്സ് ഓർ എവിഡൻസസ്. തനിക്ക് ഈ റിസർച്ച് തുടങ്ങും മുമ്പ് പൈലറ്റ് സ്റ്റഡി എന്നുള്ള രീതിക്ക് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തൂടെ? യെസ് മാം. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ദെൻ, ഞാനൊരാളെ കണക്ട് ചെയ്തു തരാം. കാർത്തിക് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. നൗ നോട്ട് ഇൻ സർവീസ്. ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോഴും പല കാര്യങ്ങളിലും അയാളുടെ സപ്പോർട്ട് കിട്ടാറുണ്ട്. അയാൾ ഈ ഡെത്ത് കേസസിനെ കുറിച്ച് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് വെരിഫിക്കേഷനൊന്നും കാണില്ല, ബട്ട് ഹി ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ മാം. താങ്ക് യു.